പട്ടി അതിൻ്റെ ഫ്രണ്ട് കാണാം. കേരളമാകെ പടരട്ടെ.
ജനതാ പാർട്ടിയുടെ കോട്ടയം ജില്ലയുടെ ഉപാധ്യക്ഷന്മാരായിരുന്ന ഡോക്ടർ ശ്രീജിത്ത് ആന്റണി അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികൾ, ഈ അന്തിമയങ്ങുന്ന നേരത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇത്രയേറെ വികാരവായ്പോട് കൂടിയിട്ട് കോട്ടയത്തിൻ്റെ മധ്യ കേരളത്തിൻ്റെ ആതുര ശുശ്രൂഷ നിലയമായിട്ടുള്ള ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ തങ്ങളുടെ കണ്ടനാളങ്ങൾ ഇടറുന്ന നിലയിൽ മുദ്രാവാക്യം വിളിക്കേണ്ടി വന്ന ഗതികേട്, പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഏകദേശം 10:30 മണിയായപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വവും LDF-ഉം സാക്ഷര കേരളം, സുന്ദര കേരളം, ആരോഗ്യ കേരളം, സമ്പന്ന കേരളം എന്നു പറഞ്ഞു മേനി നടിച്ച ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗത്ത്, ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ 11-ാം വാർഡും 14-ാം വാർഡിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം, അവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കം താഴെ വീഴുന്ന ഭയാനകമായ ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, ഒരു നാശനഷ്ടം എന്ന് മാത്രമല്ല, ആ വിഷയത്തെ
ഇവിടെ സമീപിച്ച ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മ. ഈ മണ്ഡലം ഇവിടുത്തെ MLA കേരളത്തിന്റെ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീമാൻ VN വാസവനാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ എന്ത് അധികാരങ്ങളുമുള്ള ആ വാസവൻ ഇവിടെ വന്നിട്ട് ആ സംഭവം ഉണ്ടായി 11:11 മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് അവിടെ ഒരു കുഴപ്പവുമില്ല, അവിടെ ഒരു കുഴപ്പവുമില്ല. 1-2 ആൾക്കാർക്ക് ചെറിയ പരുക്കു മാത്രമേ ഉള്ളൂ, ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത് BJP പറഞ്ഞതല്ല, കോൺഗ്രസ് പറഞ്ഞതല്ല, കേരളത്തിലെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് 1 മണിക്കൂർ ശേഷമാണ് തലയോലപ്പറമ്പുകാരിയായ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ, ആ വീട്ടമ്മയുടെ ശരീരം ഗുരുതരമായ പരുക്കുകളോടുകൂടി JCB ഉപയോഗിച്ചെടുക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ബിന്ദു എന്ന വീട്ടമ്മയെ കൊന്നത് കോട്ടയത്തിന്റെ മന്ത്രി VN വാസവനാണ് എന്ന് ഞങ്ങൾ ആശ്വസിക്കുകയാണ്. വാസവൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് ഒരു JCBക്ക് എന്താ ക്ഷാമം? ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒത്തിരി നടക്കുക, ക്രെയിൻ ഉണ്ട്, JCB ഉണ്ട്, ഇവരെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ സൂപ്രണ്ടും ഇവിടുത്തെ പ്രിൻസിപ്പളും ഒക്കെ കൊടുക്കുന്ന നോട്ട് വെച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ആ വാർഡിൽ നിന്നുള്ള രോഗികളെ മാറ്റിക്കൊണ്ടിരിക്കുക. ഡേ ഡ്യൂട്ടി കഴിഞ്ഞ നേഴ്സുമാർക്ക് അവരോട് പോകാതിരിക്കാൻ പറഞ്ഞിരിക്കുക. അവരിവർ പറയുന്നത് എന്താ? ആ ബ്ലോക്കിൽ ആരുമില്ല, അടച്ചിട്ടിരിക്കുകയാണ്. ആ ബ്ലോക്കിൽ രോഗികളില്ല. രോഗികളില്ലാത്ത ഒരു ബ്ലോക്കിൽ എങ്ങനെയാണ് ഒരു രോഗിയുടെ മാതാവ് കയറി ചെല്ലുന്നത്, ടോയ്ലറ്റിൽ കയറി ചെല്ലുന്നത്? ഈ നിമിഷവും ഞങ്ങൾ അറിയുന്നത് ഡിവൈഎഫ്ഐയുടെ ടീഷർട്ടും ഇട്ടുകൊണ്ട് സഹാക്കന്മാർ കട്ടിലും തലയിണയും കസേരയും മേശയും ഒക്കെ മാറ്റിക്കൊണ്ട് സേവനത്തിലാണ്. നാണം കെട്ട ഡിവൈഎഫ്ഐ പിള്ളേരെ. തിരിച്ചായിരുന്നു ഭരണമെങ്കിൽ ഇന്ന് കോട്ടയം നഗരം ഈ മെഡിക്കൽ കോളേജ് അങ്കണം നിങ്ങൾ കത്തിച്ച് ചാമ്പലാക്കിയേനെ. നിങ്ങളിപ്പം മിണ്ടുന്നില്ല. നിങ്ങളുടെ ഭരണപരാജയം അതേ കോട്ടയത്തെത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ മഹാരാജാവ് ആ കോട്ടയത്ത് എന്നതിയാനെത്തിയാലും അതിയാനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അച്യുതാനന്ദൻ വയ്യാതെ തിരുവനന്തപുരത്ത് ആശുപത്രിയില. താങ്കൾ അച്യുതാനന്ദനെ ഒരിക്കൽ കൂടി പോയി ഒന്ന് കാണണം. അദ്ദേഹം സ്വർഗലോകം പ്രാപിക്കും. അദ്ദേഹം കോട്ടയത്ത് വന്നു. പിണറായി വിജയൻ കോട്ടയത്ത് വന്ന് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് 100 വാരകലെ സംസ്ഥാന സർക്കാരിന്റെ മേഖലാ യോഗമാണ്. ഉദ്യോഗസ്ഥരടക്കം ഞങ്ങളുടെ ഭരണം എന്താണ്, ഞങ്ങളുടെ ഡെവലപ്മെന്റ്സ് എന്താണ്, അങ്ങനെ ഭരണചക്രത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീണ ജോർജ് ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഞങ്ങളെല്ലാം സംതൃപ്തരാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു സമുച്ചയത്തിന്റെ ബ്ലോക്ക് പൊളിഞ്ഞു വീഴുന്നത്. ഇവർക്ക് എന്താ ഇപ്പം? ഇവർക്ക് സത്യം വിളിച്ചു പറഞ്ഞ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടറെ ഇവർക്ക് സസ്പെൻഡ് ചെയ്യണം. നീതിക്ക് വേണ്ടി 2 വീലറിൽ നടന്നുകൊണ്ട് പാവപ്പെട്ടവരെ പരിചരിക്കുന്ന ഹാരിസ് എന്ന ഡോക്ടറെ ഇവർ മാനസികമായി പീഡിപ്പിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരുടെ. അയാൾ കേരളത്തിലെ ജനങ്ങളോട് സത്യം പറഞ്ഞു, ഈ നിൽക്കുന്ന ഈ രോഗികളാ, ഇവിടെ ഓപ്പറേഷൻ ചെല്ലണമെങ്കിൽ അവർക്കുള്ള മരുന്നും അതുപോലെ തന്നെ ഓപ്പറേഷനുള്ള സാമഗ്രികൾ മേടിച്ചു കൊണ്ട് കൊടുക്കണം. കഴിഞ്ഞ ദിവസം രോഗി എന്നോട് പറഞ്ഞു, സ്റ്റേപ്ലർ പിന്ന്, അതുപോലെ തന്നെ പേന, പേപ്പർ, ഇതൊക്കെ എഴുതി കൊടുക്കുകയാണ്. പിന്നെ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജ്? പാവപ്പെട്ടവന്റെ സ്ഥാപനമാണെന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് എന്തിനാ? ഈ കടക്കാരെ സഹായിക്കാനോ? ഒരു ബൈപ്പാസ് സർജറിക്ക് 1.5-2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പുറത്തു നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്താൽ ഇവിടെ ഓപ്പറേഷൻ നടക്കില്ല. നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണ്. വാസവൻ പറഞ്ഞത് 500 കോടിയുടെ കിഫ്ബി പണം മുടക്കി പുതിയ ബ്ലോക്ക് വരികയാണ്. കോട്ടയംകാരെ കള്ളത്തരം പഠിപ്പിക്കുന്ന MLA മന്ത്രി 500 കോടിയല്ല, അതിന് 364 കോടി രൂപ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയിൽ നിന്നുമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ നിന്നുമാണ്. ആ പദ്ധതിയിലെ പണം എടുത്തുകൊണ്ട് ചെയ്തിട്ട് എല്ലാം ഞങ്ങളുടെ കിഫ്ബി വകയാണ്.
തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. വീട്ടമ്മയുടെ മരണം ബിന്ദു എന്ന നിരപരാധിയായ ഞങ്ങൾ കണ്ടു. ഞാൻ പോസ്റ്റ്മോർട്ടം മുറിയിലേക്ക് അമ്മയുടെ മൃതദേഹം കണ്ടു. കോൺക്രീറ്റ് സ്ലാബ് തലയിൽ വീണ് ആ അമ്മയുടെ മുഖമടക്കം ചതഞ്ഞിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? 2.5 മണിക്കൂർ സമയം JCB എത്താതെ, ക്രെയിൻ എത്താതെ ഈ അമ്മയെ കൊലക്ക് കൊടുത്ത VN വാസവനും വീണ ജോർജും രാജിവെച്ചൊഴിയുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി BJP സമരരംഗത്തായിരിക്കും. ഞങ്ങൾ നാളങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് പാവപ്പെട്ട രോഗികളുടെ വിഷമമുണ്ട്. ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു സമരം ചെയ്യേണ്ടി വന്നത് ഞങ്ങളുടെ ഗതികേടാണ്. ഇവിടെ വരുന്ന രോഗികൾ അവരെ രോഗത്തിന് ചികിത്സിക്കാനാണ് വരുന്നത്. അവർ ഈ മുദ്രാവാക്യം വിളി കേൾക്കാനല്ല. പക്ഷേ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഓരോ മുദ്രാവാക്യം വിളിയും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കള്ളത്തരങ്ങൾ, ഈ പൊള്ളത്തരങ്ങൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് മുഖത്ത് പൗഡർ ഇട്ടുകൊണ്ട് എല്ലാം ശരിയാണ്, കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെയും VN വാസവന്റെയും വീണ ജോർജിന്റെയും മുഖം മൂടിയാണ് ഇന്ന് കോട്ടയത്ത് അടിഞ്ഞു വീണിരിക്കുന്നത്. ഇന്ന് വരും നാളുകളിൽ കേരളത്തിൽ വരും നാളുകളിൽ അടിഞ്ഞു വീഴാൻ പോകുന്നത് ഈ കള്ളന്മാരുടെ അമ്മായിയപ്പനും മരുമകനും ഒക്കെ നടത്തുന്ന ഈ കൂട്ടുകുടുംബമുണ്ടല്ലോ, ആ കൂട്ടുകുടുംബത്തിന്റെ മുഴുവൻ നാടകങ്ങളും വരും കാലഘട്ടങ്ങളിൽ കേരളത്തിൽ അത് ഇറങ്ങാൻ പോവുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടടക്കം നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന ഐതിഹാസികമായ സമര പുറപ്പാടിൽ നിങ്ങളും ഉണ്ടാകണം. പാവപ്പെട്ടവന്റെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ. ആ ഒരു രസകരമായ കാര്യവും കൂടിയുണ്ട്. നമ്മുടെ കോട്ടയം പട്ടിണിയില്ലാത്ത ജില്ലയാണെന്നാ പറയുന്നത്. MP രാജേഷ് എന്ന് പ്രഖ്യാപിച്ചു. ഒരു വീട്ടിൽ പോലും പട്ടിണിയില്ലാത്ത ജില്ലയാണ്. ആ പട്ടിണിയില്ലാത്ത ജില്ലയിലാണ് പട്ടിണി പാവങ്ങളുടെ ആശുപത്രി തകർന്നു വീണിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് ഇവർ കോട്ടയത്തെ ദാരിദ്ര്യരഹിത ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്? നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയാണത്. മോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണത്. പക്ഷേ കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ള നിലയിൽ കോട്ടയത്ത് ഇവർ കാട്ടിക്കൂട്ടിയ ആ തെമ്മാടിത്തത്തിന് ഈശ്വരൻ കൊടുത്ത വിലങ്ങാണ് ഇവരുടെ ഈ ഒരു സംഭവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട വീട്ടമ്മയുടെ ബിന്ദുവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ 1000 പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.